കോൺഗ്രസ് ഒരു ഇരട്ടത്താപ്പ് കാണിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു നിലപാടില്ലായ്മ കാണിക്കുകയാണ് എന്ന് BJP ആവർത്തിച്ചു പറയാൻ താല്പര്യപ്പെടുന്നു ഈ സമയത്ത്? 100%. കാരണം തുടക്കം മുതലേ ഈ വിഷയത്തിലെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ഒരു ഇരട്ടത്താപ്പ് നയം തന്നെയാണ്. ഒരു വശത്ത് രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന അതേ ആളുകൾ തന്നെ രാഹുലിനോടൊപ്പം വേദി പങ്കിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നത്. ഇവിടെ പാലക്കാട് നിരവധിയായ പരിപാടികളിലെ, അത് പാർട്ടി പരിപാടികളാണെങ്കിലും ശരി, സ്ഥാനാർത്ഥി നിർണയ ചർച്ചയാണെങ്കിലും ശരി, കോൺഗ്രസ് കൗൺസിലർമാരുടെ വാർഡിലെ പരിപാടികളാണെങ്കിലും ശരി, നിരന്തരമായി രാഹുലിനെ പങ്കെടുപ്പിച്ച് രാഹുലിന് ആവശ്യമായ സംരക്ഷണം തീർത്തുകൊണ്ട് രാഹുലിനെ നിരന്തരം പരിപാടികളിൽ പങ്കെടുപ്പിക്കുക എന്ന നയമായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത്. ഒരു വശത്ത് രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമായി ഞങ്ങൾ എടുത്തതാണ് എന്ന് VD സതീശൻ ആവർത്തിച്ച് പറഞ്ഞിരുന്ന അതേ സമയത്ത് പോലും രാഹുലിന് ആവശ്യമായ സംരക്ഷണം തീർന്നിരുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെയാണ്. ഇപ്പൊ ഇന്നലെ പാലക്കാട് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തായിരുന്നു? ഒരാളെ എത്ര തവണ നടപടിയെടുക്കാൻ പറ്റും? പാർട്ടിയിൽ നിന്ന് ഒരു തവണ അയാളെ പുറത്താക്കി, ഇനി വീണ്ടും എന്താണ് നടപടി എടുക്കേണ്ടത് എന്നായിരുന്നു സതീശന്റെ വാദം. മറിച്ച് സുധാകരന്റെ വാദം എന്തായിരുന്നു? ഇവിടെ രാഹുലിനോടൊപ്പം അദ്ദേഹം നിരപരാധിയാണ്, വേദി പങ്കിടുന്നതിൽ എന്താണ് തെറ്റെന്ന്. കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിന്ന് എന്താണ് പറയുന്നത്? രാഹുലിനെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ അംഗമല്ല, അദ്ദേഹത്തിനെതിരെ കേസെടുക്കണോ വേണ്ടെന്ന് പോലീസിന് ആലോചിച്ച് നടപടിയെടുക്കാവുന്നതാണ്. ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം തന്നെ ഈ നാട്ടിലെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ്, കബളിപ്പിക്കുകയാണ്. ഇവിടെ കേരളത്തിലെ സ്ത്രീ സമൂഹം അവരോട് എന്താണ് കോൺഗ്രസ് പാർട്ടിക്ക് പറയാനുള്ളത് എന്ന് വ്യക്തമാക്കുവാനായിട്ട് കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറാവണം. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത തരത്തിൽ ഒരു MLA ഇത്തരത്തിൽ നിരവധിയായ ലൈംഗിക പീഡന വാർത്തകൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ ലഭിച്ച പരാതി വളരെയധികം ഗൗരവമുള്ളതാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് എന്ന് VD സതീശൻ പറയുന്നു. അപ്പൊ കോൺഗ്രസിന് പരാതി ലഭിച്ചിട്ടുണ്ട് അവരുടെ പാർട്ടിക്കകത്ത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ നടപടിയെടുത്തു. എന്നിട്ട് ആ പരാതി ലഭിച്ച് നടപടിയെടുത്തു എന്ന് പറയുന്ന വ്യക്തിയോടൊപ്പം തന്നെയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ നിരവധിയായ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഒരേ സമയത്ത് ഇരയോടൊപ്പവും വേട്ടക്കാരനോടൊപ്പവും എന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു വരുന്നത്. ഞങ്ങൾ ഇവിടുത്തെ പെൺകുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഇവിടുത്തെ വനിതകൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന കോൺഗ്രസിനെ ഈ വിഷയത്തിൽ എന്താണ് കേരളത്തെ സമൂഹത്തിനോട് പറയാനായിട്ടുള്ളത്? കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും വിഡ്ഢികളാക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നാട്ടിലെ ജനങ്ങൾ കോൺഗ്രസുകാരോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവർ മറുപടി പറഞ്ഞേ തീരൂ. ഒരു വശത്ത് രാഹുലിനെ സംരക്ഷിച്ചു നിർത്തുകയും മറുവശത്ത് സ്ത്രീ സുരക്ഷയെ കുറിച്ചും പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ കോൺഗ്രസ് പാർട്ടി. പ്രശാന്ത്, പക്ഷെ ഇത്തവണ ഈ പുതിയ വിവാദത്തിനു ശേഷം, പുതിയ വെളിപ്പെടുത്തലിനു ശേഷം തന്നെ കുടുക്കാനുള്ള നീക്കമാണ് എന്ന തരത്തിൽ രാഹുൽ ചില അടവ് നയം നടത്തുന്നു. അത് കെ സുധാകരൻ അടക്കമുള്ളവർ വിശ്വസിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ആ തരത്തിലുള്ള പിന്തുണകൾ വരുന്നു. സംഘപരിവാർ പരിപാടികളിൽ ഒപ്പം നിന്ന സെലിബ്രിറ്റികളടക്കം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ വരുന്നു. ഞാൻ പേരെടുത്ത് പറയാതെ തന്നെ പ്രശാന്തൻ അറിയാം. സ്വാഭാവികമായിട്ട് ഇങ്ങനെ കോൺഗ്രസിന്റെ ഭാഗത്ത് മാത്രമാണോ ഇരട്ടത്താപ്പ് ഉണ്ടാകുന്നത്? അല്ല, ഇതിനകത്ത് BJPയുടെ ഭാഗത്ത് നിന്ന് എന്താണ് ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പ് ഉണ്ടായിട്ടുള്ളത്? ഇവിടെ തുടർച്ചയായി രാഹുലിനെതിരെ നിരന്തരമായ സമരങ്ങൾ ചെയ്യുകയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്ത ഒരേ ഒരു പാർട്ടി. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ഈ പുറത്തു വന്ന ശബ്ദ സന്ദേശം താങ്കളുടേതാണോ എന്ന് പാർട്ടി ആവർത്തിച്ച് ചോദിച്ചിരുന്നു. അതിനൊരു മറുപടി നൽകാൻ പോലും പുറത്തു വന്ന ശബ്ദരേഖ തന്റേതല്ല എന്ന് പറയുവാനായിട്ട് തയ്യാറായില്ല. ഇങ്ങനെ നിരന്തരമായി രാഹുലിനോട് ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും മറുപടി നൽകാതെ ബോധപൂർവം അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന സമീപനമാണ് രാഹുൽ ചെയ്യുന്നത്. പിന്നെ 2, ഇവിടെ ഇതിനകത്ത് ഇരട്ടത്താപ്പ് രാഹുലും കോൺഗ്രസും മാത്രമല്ല ചെയ്യുന്നത്. BJPയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ എന്താണ് ഇരട്ടത്താപ്പ് ഉണ്ടായിട്ടുള്ളത്? ഈ വിഷയം രാഹുലിനെതിരായ വാട്സ്ആപ്പ് ചാറ്റുകൾ പുറത്തു വന്നതിന്റെ തൊട്ടടുത്ത നിമിഷം മുതൽ, ആ വന്ന 3 മാസങ്ങൾക്ക് മുൻപ്
ഈ ചാറ്റുകളും സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നതിന്റെ തൊട്ടടുത്ത നിമിഷം മുതൽ ശക്തമായ പ്രതിഷേധം നടത്തിയിട്ടുള്ള ഒരേ ഒരു പാർട്ടിയാണ്. പ്രശാന്ത്, കെ സുധാകരൻ രാഹുലിനൊപ്പം വേദി പങ്കിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബി.ജെ.പിയുടെ ഒരു പ്രതിഷേധം കോൺഗ്രസ് എടുക്കുന്ന നിലപാടിനെതിരെ കൂടിയാകുമോ? അതൊരു കോൺഗ്രസിന്റെ നിലപാടായി കൂടി ആ പ്രതിഷേധം ശക്തമാക്കുമോ? ഇതിനകത്ത് മറുപടി പറയേണ്ടത് കോൺഗ്രസുകാരാണ്. ഇന്നാട്ടിലെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന വഞ്ചിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഇവിടെ കെ സുധാകരൻ രാഹുലിനോടൊപ്പം വേദി പങ്കിടുന്നു, രാഹുൽ ഗാന്ധി രാഹുലിനോടൊപ്പം വേദി പങ്കിടുന്നു എന്നതല്ല ഇവിടുത്തെ വിഷയം. ഇത്രത്തോളം കേരളത്തിലെ സ്ത്രീകളെ ഇത്രത്തോളം മുൾമുനയിൽ നിർത്തിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതുപോലൊരു സ്ത്രീ പീഡകനോടൊപ്പം ഒരു പേവീട്ടിനോടൊപ്പം വേദി പങ്കിടുന്ന കോൺഗ്രസിന്റെ നേതൃത്വം എന്ത് സന്ദേശമാണ് കേരളത്തിന് നൽകുന്നത്? ഇവർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൂട്ടായി എടുത്ത തീരുമാനമാണ് എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. പിന്നെ എന്തിനാണ് ഇവർ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് വേണ്ടിയാണോ രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്? മലയാളികളെല്ലാം വിഡ്ഢികളായിട്ടാണോ കോൺഗ്രസ് നേതൃത്വം കാണുന്നത്? ഇവിടെ ഒരു വശത്ത് രാഹുലിനെ പുറത്താക്കുക, മറുവശത്ത് രാഹുലിനോടൊപ്പം വേദി പങ്കിടുമെന്ന് പറയുക, രാഹുലിനോടൊപ്പം പരിപാടിയിൽ പങ്കെടുക്കുക. പിന്നെ ഈ കേരളത്തിലെ കോൺഗ്രസിന് എന്ത് നിലപാടാണുള്ളത്? ഓക്കെ, റൈറ്റ്. നന്ദി. പ്രശാന്ത് ശിവൻ പ്രതികരിച്ച ബി.ജെ.പി പാലക്കാട് ജില്ലാ പ്രസിഡന്റ്. ഇപ്പം